ഹായ് ഹലോ. ഗു എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങി. എന്തുകൊണ്ടായിരിക്കും ഒരു സിനിമയ്ക്ക് ഗു എന്ന് പേരിട്ടത് എന്ന് ആലോചിച്ചിരുന്നു. ഗു ഫോർ ഗുളികൻ എന്നതാണ്. ഒരുപക്ഷെ ഗുളികൻ എന്നൊക്കെ സിനിമയ്ക്ക് പേരിട്ട് കഴിഞ്ഞാൽ കോമഡി ആയേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഗു എന്ന് കിട്ടുന്നത്. ഒരു ഇമ്പാക്ട് ഉള്ള ഒരു പേരൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. എനിവേ, സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മണിയമ്പിള്ള രാജു ആണ്. മണിയമ്പിള്ള രാജു ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ നിരഞ്ജ് മണിയമ്പിള്ള രാജു അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിന്റെ ഗുണമൊക്കെ ത്തിലേക്കൊക്കെ ഞാൻ വരാം. നല്ല ബേഷായിട്ട് അഭിനയിച്ചിരിക്കുന്നു. പിന്നെ മനു രാധാകൃഷ്ണനാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ജോനാഥൻ ബ്രൂസ് മ്യൂസിക് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ചന്ദ്രകാന്ത് മാധവൻ, എഡിറ്റർ വിനയൻ എൻ.ജെ. പുതിയ കുറെ ആളുകളാണ് സിനിമയ്ക്ക് പിന്നണിയിലും മുന്നണിയിലൊക്കെ വന്നിട്ടുള്ളത്. കുറെ ബാലതാരങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവനന്ദ, മാളികപ്പുറത്തിലെ ബാലതാരമായിട്ട് അഭിനയിച്ച കുട്ടി പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ സൈജു കുറുപ്പ്, മണിയമ്പിള്ള രാജു അദ്ദേഹത്തിന്റെ മകൻ ഞാൻ പറഞ്ഞ പോലെ, പിന്നെ അശ്വതി മനോഹരൻ, കുറച്ച് സിനിമകളിലൊക്കെ അവരെ കണ്ടിട്ടുണ്ട്. പിന്നെ നന്ദിനി ഗോപാലകൃഷ്ണൻ, അവരെയും കുറച്ച് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കുറെ വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ, പക്ഷെ അവരുടെയൊക്കെ പേരുകളൊന്നും അറിയില്ല. കുറെ പുതിയ ആളുകളാണ്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അയ്യന്റെ മോനെ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ സിനിമ കണ്ടത്. ഈ അൺസൈക്കബിൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതൊരു ഒരു ഹൊറർ ഡ്രാമ ഗണത്തിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് പല പല സ്ഥലത്തും കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ അശ്വന്ത് ഗോക്കൊക്കെ റിവ്യൂ പറയുമ്പോൾ അദ്ദേഹം പറയാറില്ലേ മലങ്കൾട്ട് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും മലങ്കൾട്ട് പോലത്തെ ഒരു പരിപാടിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹൊററായിട്ട് അവര് സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും സ്ക്രീനിൽ ചെയ്തപ്പോൾ എനിക്ക് ചിരിയാണ്, പല സ്ഥലത്തും ചിരിയാണ് വന്നത്. പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു ബാലതാരങ്ങളായിട്ട് കുട്ടികളായിട്ട് വന്നവര് പിന്നെയും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അവരുടെ പരിപാടികളൊക്കെ കാണാൻ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ വലിയ മുതിർന്ന ആൾക്കാരൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒട്ടും എന്താ പറയാ, ആർട്ടിഫിഷ്യലായിട്ട് തോന്നത്തേ ഇല്ല. ആ രീതിയിലാണ് പലപ്പോഴും അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ എഡിറ്റിങ് പ്രത്യേകിച്ച് എടുത്ത് പറയണം. കാരണം ഒരു സീൻ, പ്രധാനപ്പെട്ട ഒരു സീനിൽ തുടക്കം തന്നെ ഈ ദേവനന്ദ അവരുടെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനിനകത്ത് പെട്ടെന്ന് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് നേരെ ക്യാമറയിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോ ഒന്ന് ഇടങ്കണ്ണിട്ട് പോലും നോക്കുന്നുണ്ട്. അവിടെ എഡിറ്റിംഗ് ടേബിളിൽ അദ്ദേഹം എഡിറ്റർ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഡയറക്ടർ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു 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 യാതൊരുവിധ ക്വാളിറ്റി ഇല്ലാതെ ഒരു സിനിമ ഇറക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഞാൻ നടികർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ്, നല്ല രീതിക്ക് സ്റ്റഡി ആയി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല മലയാള സിനിമയുടെ നല്ലൊരു ഒരു ഒരു കാലഘട്ടത്തെ നശിപ്പിക്കാനായിട്ട് ഇറക്കിയിരിക്കുന്ന കുറച്ച് സിനിമകളുടെ കൂട്ടത്തിൽ എടുത്ത് വെക്കപ്പെടേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒട്ടും ഞാൻ കുറച്ച് സിനിമകളെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എങ്ങനെയെങ്കിലും തീർന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സിനിമകളുള്ളൂ. അത്തരം ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഗു എന്ന് പറയുന്ന സിനിമ തോന്നിയത്. ഒരു ഹൊറർ പരിപാടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് യാതൊരു വിധത്തിലുള്ള പേടിയില്ല, പേടിയായിട്ട് യാതൊരു വിധത്തിൽ തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, കോമഡി ആയിട്ടാണ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത്. അതില് പെർഫോമൻസ് വൈസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ കോമഡി വെറുപ്പിക്കുന്ന കുറെ പരിപാടി ചെയ്തിട്ടുള്ളത് മണിയമ്പിള്ള രാജുവിന്റെ മകനായിട്ടുള്ള നിരഞ്ജാണ്. അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പത്തെ ഒരു ലാലും, സിനിമയുടെ പേര് പറഞ്ഞു, ലാലും അഭിനയിച്ച ഒരു പടം എനിക്ക് തോന്നുന്നു മണിയമ്പിള്ള രാജു തന്നെയാണെന്ന് പ്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമയിലൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഭയങ്കര വെറുപ്പിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടർ, യാതൊരു വിധത്തിലുള്ള ഒരു ഇമോഷണൽ ഒരു പരിപാടിയും കഥാപാത്രങ്ങളുടെ പെർഫോമൻസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് പെർഫോമൻസ് വൈസ് എനിക്ക് വളരെയധികം നിരാശപ്പെടുത്തിയ സിനിമയാണ്. പിന്നെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ തുടക്കം മുതൽ അവസാനം വരെ പല സ്ഥലത്തും ഗ്രെയിൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, എന്തെങ്കിലും ടെക്നിക്കൽ എറർ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ അവരങ്ങനെ കൊടുത്താണോ? പല ആളുകളുടെയും ക്ലോസ് വെക്കുന്ന സമയത്തൊക്കെ ആ ക്ലോസിൽ അവരുടെ ഫേസിലൊക്കെ യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റിയും എനിക്ക് തോന്നിയില്ല. പക്ഷെ ക്വാളിറ്റി ഉള്ള കുറച്ച് ഷോട്ടുകളും ഉണ്ടായിരുന്നു. കുറച്ച് ഹെലിക്യാം ഷോട്ടുകൾ, അവരുടെ ഗ്രാമത്തിലെ പാടവരമ്പിലുള്ള ഷോട്ടുകളൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പലയിടത്തും ക്ലോസ് പോകുന്ന സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് ഗ്രെയിൻസ് ഫീൽ ചെയ്യുന്നു. ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു എന്ന് തോന്നുന്നു.
കുറച്ച് പരിപാടികളൊക്കെ പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ ആ ഒരു പഞ്ചോട് കൂടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എന്താ പറയാ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു ഡയറക്ഷനും ഉണ്ടെങ്കിലേ അതൊക്കെ വർക്കാവുള്ളൂ എന്നുള്ളതുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എത്ര നന്നായിട്ട് ചെയ്താലും സിനിമ മോശമാണെങ്കിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് വൈസ് മനുരാധേഷൻ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിരുന്നു. ഒരു ഘട്ടത്തിനകത്ത് ഇതിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ സ്ക്രീനിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. പ്രധാനപ്പെട്ട കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോമഡി ഉണ്ട്. ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു തറവാട്ടില് അവിടത്തെ ഒരു കുട്ടിയുടെ പേർക്ക് ബാധ കയറുന്നു. അതുമായി ബന്ധപ്പെട്ട് ബാധയാണോ അല്ലെങ്കിൽ മാനസിക പ്രശ്നമാണോ എന്നൊക്കെ അറിയാതെ മറ്റ് സ്ഥലത്ത് താമസിക്കുന്ന ആ തറവാട്ടിലെ മറ്റ് അംഗങ്ങൾ കൂടി ആ തറവാട്ടിലേക്ക് എത്തുന്നു. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എത്തുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടത്തെ പ്രധാനപ്പെട്ട ആ തറവാട്ടിലെ മാത്രം ആളുകളെ വെച്ചിട്ടാണ് ആ സിനിമ പോയിട്ടുള്ളത്. അവരുടെ ഇടയിൽ വരുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഈ പറയുന്ന കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രേത സിനിമയില്, ഒരു ഹൊറർ സിനിമയിൽ നമ്മൾ അധികം ലോജിക്ക് നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ലോജിക്ക് നോക്കണ്ടേ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രേതം പ്രേതത്തിനെ ഒഴിപ്പിച്ചു, ഒരു കുടത്തിലാക്കി, കുടം പൊട്ടി പ്രേതം പുറത്തുപോയി. പ്രേതം വന്ന് കൂടുന്നത് വലിയ കോമഡിയിലാണ്, വേറെ മനുഷ്യരിലേക്കൊന്നും അല്ല, പാടത്ത് നിർത്തിയിരിക്കുന്ന ഒരു കോലത്തിലേക്കാണ് പ്രേതം വന്ന് കയറുന്നത്. അതൊക്കെ യാതൊരു വിധത്തിലുള്ള ലോജിക്ക് ഇല്ല എന്ന് മാത്രമല്ല ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ബാധ ഒഴിപ്പിക്കുന്നതിന്റെ രംഗത്തിനകത്ത് നമ്മുടെ ഈ പെൺകുട്ടി, ബാധ കയറിയിട്ടുള്ള പെൺകുട്ടി ഓടുമ്പോ അതിന്റെ പിറകിലൂടെ ഈ പറയുന്ന മണിമല രാജന്റെ മകൻ ടോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷുവിനൊക്കെ നമ്മൾ കത്തിക്കൂലേ, പടക്കം കത്തിക്കുമ്പോൾ ടോർച്ച് കത്തിച്ചിട്ട് ആ സാധനം പിടിച്ചിട്ടൊക്കെ ഓടുന്ന രംഗമൊക്കെയാണ്. ഭയങ്കര കോമഡിയാണ്. അവർ ഭയങ്കര സീരിയസ് ആയിട്ട് പല പരിപാടികൾ ചെയ്തിട്ട് കോമഡി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നിക്കൽ വൈസ് ആയിക്കോട്ടെ യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ കണക്ഷനും കിട്ടാത്ത ഒരു രീതിയിലും എന്നിലെ പ്രേക്ഷകനെ എന്താ പറയാ ത്രസിപ്പിക്കാത്ത ഒരു സിനിമയായിട്ട് മാറി എന്ന് പറയേണ്ടി വരും. അപ്പോ വീണ്ടും എടുത്തു പറയുന്നു, നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ ഒരു ലെവലിനെ നശിപ്പിക്കാനായിട്ട് കുറെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം. ബൈ ബൈ.